എല്ലാവർക്കും എൻ്റെ നല്ലൊരു ഗുഡ് മോർണിംഗ്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങുകയല്ലേ? എന്നാ കൂടെ പോരി. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ 2024 അവസാനിക്കാറായ ഒരു ലാസ്റ്റ് ആയിട്ടൊരു ഡേ ഇൻ മൈ ലൈഫ് ഇടാമെന്ന് എഴുതി. അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ നോർമലായിട്ടുള്ള ക്ലീനിങ്ങും കുക്കിങ്ങും പിന്നെ മക്കളെ കൂടെയുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെ കൂടെ ആയിട്ട് ഒരു കുഞ്ഞൊരു ഡേ ഇൻ മൈ ലൈഫ്. നമ്മൾ ഇപ്പം നമ്മളെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷമായി. നമ്മൾ കഴിഞ്ഞ ഡിസംബർ ഫസ്റ്റിലൊക്കെ ആയിട്ടാണ് നമ്മളെ ചാനൽ തുടങ്ങിയ. വലിയ ഗ്രോത്ത് ഒന്നുമില്ല, എന്നാലും എല്ലാം പടിപടിയായിട്ട് ശരിയാവുന്ന ഒരു വിശ്വാസം. പിന്നെ നിങ്ങളെ ഈ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആരും മറക്കരുത് കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. പിന്നെ നിങ്ങളെ സപ്പോർട്ടാണ് എൻ്റെ മുന്നോട്ടുള്ള വീഡിയോ ഇടാനുള്ള ഒരു ഇൻസ്പിറേഷൻ കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കുന്നത് ഫോണിലാട്ടോ. വീഡിയോ എടുക്കുന്നത് എഡിറ്റിങ്ങും ഒക്കെ ഫോണിൽ തന്നെയാണ്. അപ്പോൾ ഫോണിന് കുറച്ച് കംപ്ലൈൻ്റ് ഒക്കെ ഉള്ളതാണ് വീഡിയോ കറക്റ്റായിട്ട് ഇടാൻ പറ്റാതെ. ഇപ്പം തന്നെ ശ്രദ്ധിച്ചാലറിയാം, ഞാൻ വീഡിയോ ഇടുമ്പോൾ ഇത് ഓൺ വോയിസ് ആണ്, പക്ഷേ ലിപ്പ് കറക്റ്റായി വരിക്കില്ല. ഫോണിൻ്റെ കംപ്ലൈൻ്റ് ആട്ടോ അത്, അല്ലാതെ ഞാൻ പിന്നെ എടുത്ത് പറയുന്നത് ഒന്നുമല്ല. അപ്പോൾ ഇതാ നമ്മളെ ഇച്ചുമോനും അംഗനവാടി പോയി, അമ്പുമോൻ ഉറങ്ങി. ഇപ്പോൾ സമയം ഏകദേശം ഒരു 10:45. അടുക്കളത്തെ പണി ഏകദേശമൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. ക്ലീനിങ് കഴിഞ്ഞു, ഫുഡ് ഉണ്ടാക്കി വെച്ച് ചോറാക്കി വെച്ചിട്ടുണ്ട്, കറിക്കുള്ള വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മളെ തുണിയൊക്കെ അലക്കി വിരിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കുട്ടി ക്ലീനിങ് ഒക്കെ, നമ്മളെ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കണം എന്നൊക്കെ കരുതുന്നു. അങ്ങനെ വലുതായിട്ടൊന്നുമില്ല, ഫാനൊക്കെ ഒന്ന് തുടച്ചതാക്കണം. പിന്നെ ഇത് ഈ സോഫ സെറ്റൊക്കെ ഒന്ന് കഴുകിയിടണം എന്നൊക്കെ കരുതുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കും കേട്ടോ. ഇയറിലെ ലാസ്റ്റ് വീഡിയോ അല്ലേ, അപ്പോൾ കുറച്ച് ലെങ്തി ആയിട്ട് തന്നെ കിടന്നോട്ടെ. എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവുമെന്ന് കരുതുന്നു. നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒന്നും കൂടെ പറയുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ രാവിലെ ഒന്നല്ല, ഒരു 7 മണി ആയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം നമ്മൾ അമ്പുടുക്കുട്ടൻ ഒട്ടും ഉറങ്ങിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് രാത്രി ഒട്ടും ഉറങ്ങാൻ പറ്റില്ല. രാവിലെ എഴുന്നേറ്റ് ഇതാ പ്രാർത്ഥിച്ച് അന്നത്തെ ദിവസം നന്നാക്കി തരണേ ദൈവമേ, നല്ല ഉറക്കം തന്നതിന് ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് അന്നത്തെ ദിവസം തുടങ്ങാം കേട്ടോ. രാവിലെ ഒരു 2 മിനിറ്റ് കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞാണ്ടല്ലോ മനസ്സിന് ഒരുപാട് സമാധാനം കേട്ടോ. ചില നേരങ്ങളിൽ ഷടപടേന്ന് പറഞ്ഞ് എഴുന്നേറ്റ് വരുന്ന നേരത്തെ ഇതൊന്നും ചെയ്യാൻ പറ്റാതെ ഉണ്ട്. അത് ദിവസങ്ങളിലൊക്കെ ഒരു മൂഡ് ഓഫ് പോലെ തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമുക്കിന്ന് പുട്ടും ചെറുപഴവും കേട്ടോ. അതാ അമ്പുടുക്കുട്ടൻ നല്ല വാശിയാണ്, കയ്യിൽ നിന്ന് ഇറങ്ങുന്നില്ല. എന്താ കാര്യം എന്നൊന്നും അറിയില്ല. ചില ദിവസങ്ങളിൽ മക്കൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതാ ഒരമ്മയായ എൻ്റെ ഒരു ജീവിതം ഇപ്പം ഇങ്ങനെയൊക്കെ ആട്ടോ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കണ്ടല്ലോ, ഇന്നത്തെ ഒരു ദിവസത്തിന് ഭയങ്കര പ്രത്യേകതയാണല്ലേ. അപ്പോൾ നമ്മൾ ഈ വർഷത്തെ ഏറ്റവും ലാസ്റ്റ് ദിവസമാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കിയാലോ. എനിക്ക് പുട്ടിനോട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ, എന്നാലും ഇപ്പോൾ എന്ത് കിട്ടിയാലും കഴിക്കും എന്നുള്ള ഒരു മട്ടത്തിലാണ് ഞാൻ ആദ്യമൊന്നും പുട്ടൊന്നും കഴിക്കത്തില്ലായിരുന്നു. എനിക്ക് ഭയങ്കര നിർബന്ധമുള്ള കാര്യമായിരുന്നു, പുട്ട് പറ്റത്തേ ഇല്ല. അങ്ങനെയുള്ള ഒരാളായിരുന്നു ഞാൻ. ഇപ്പോൾ ഒന്നും അങ്ങനെയൊന്നുമില്ല കേട്ടോ. കാരണം ഞാൻ അടുക്കളയിൽ കയറി ഉണ്ടാക്കാൻ തുടങ്ങിയ സമയം തൊട്ട് എനിക്ക് മനസ്സിലായി എത്ര കഷ്ടപ്പെട്ട് ഇതൊക്കെ ഉണ്ടാക്കി കൊണ്ട് തരുന്നേ എന്ന്. അതുകൊണ്ട് ഇപ്പോൾ എന്ത് കിട്ടിയാലും കഴിക്കട്ടോ, വേണ്ട എന്നൊരു വാക്കില്ല. അപ്പോൾ അത് അമ്പടുക്കുട്ടനും മിച്ചുക്കുട്ടനും ചായയൊക്കെ കൊടുത്ത് നമ്മൾ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേ വീഡിയോ എടുക്കാമെന്നുള്ളൊരു ചിന്ത വന്നത്. അപ്പം ഞാൻ വേഗം അരി അടുപ്പത്തിട്ട് കഴിഞ്ഞാൽ ചോറ് വേവാൻ ഒരുപാട് സമയം എടുക്കും. 2-2.5 മണിക്കൂർ വേവുണ്ട്. അപ്പോൾ ഈ മക്കളെ പിന്നാലെ നടക്കുന്ന സമയം കൊണ്ട് ചോറ് അവിടെ ആയിക്കോളൂ. ഇടയ്ക്ക് വിറക് കൊണ്ടുവച്ച് കൊടുത്തതാക്കി. അപ്പോൾ രാവിലത്തെ യുദ്ധം കണ്ടോ, ചേട്ടനും അനിയനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷടപട അടിയാണ്. ഏത് സമയവും അടിയാണ് കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല. രണ്ടാളും ഭയങ്കര കെയറിങ് ആണ്, ലവിങ് ആണ്. എന്താ പറയുക, ഭയങ്കര രണ്ടാളും അടുത്തില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര സങ്കടം കേട്ടോ. എനിക്കും അതെ, അവർക്കും അതെ, എന്തോ. അപ്പോൾ നമ്മുടെ അമ്പുടിച്ചക്കൻ വലുതായി വലിയ ചെക്കനായിട്ട് വരിക കേട്ടോ. ഇഷാൻകുട്ടനെ നമുക്ക് അംഗനവാടിയിൽ വിടണം. അമ്പുക്കുട്ടൻ ഇപ്പം ഇങ്ങനെയാട്ടോ. നിങ്ങളെ മക്കൾ ഇങ്ങനെയാണോ? കുഞ്ഞു മക്കളുള്ള അമ്മമാരെ ഏറ്റവും വലിയ പണി എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും വലിയ ടെൻഷനും ഏറ്റവും സങ്കടമുള്ള ഒരു കാര്യം എന്താ, മക്കൾക്ക് ഫുഡ് കൊടുക്കുക എന്നുള്ളതാട്ടോ. എൻ്റെ മക്കൾ പിന്നെ അങ്ങനെ ഒരുപാട് കഴിക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല, പക്ഷേ നമ്മളെ ഇച്ചു ഒറ്റയ്ക്ക് കഴിക്കുന്ന കണ്ട് തുടങ്ങിയത് മുതൽ നമ്മുടെ അമ്പുടുക്കുട്ടനും ഒറ്റയ്ക്ക് കഴിക്കേണ്ടതാണ്. ആ പുട്ടും പഴം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് എന്നെ പിടിച്ച് തല്ലിയാണ്, എൻ്റെ കൈയൊക്കെ പിടിച്ച് മാറ്റാൻ. ആ ഒറ്റയ്ക്ക് കഴിച്ചോളൂ. എന്തോരം ഇഷ്ടമാണെന്ന് പറയാം ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന്. പാത്രം എടുത്തിട്ട് വരുന്നുണ്ട്, നമ്മൾ കഴിക്കുന്നുണ്ട്, അപ്പോൾ പാത്രം എടുത്തിട്ട് വരും. വാരി കൊടുക്കുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം. അങ്ങനെയൊക്കെ ആവുന്നത് തന്നെ ഒരു ഭാഗ്യമാട്ടോ. കാരണം ഇച്ചൂസ് ഒരു പരിധിവരെ ഒറ്റയ്ക്ക് കഴിക്കുന്നതാണ്. പക്ഷെ ചില സമയത്ത് ഭയങ്കര വാശിയാണ് വാരി കൊടുക്കണം എന്നുള്ളത്. അപ്പം നമ്മളില്ലാന്നുണ്ടെങ്കിലും അവർക്ക്
അതൊക്കെ നല്ല കാര്യമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആവാൻ ഒരുപാട് സഹായിക്കുന്ന കാര്യമായിട്ട് ഈ ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങുന്നത്, ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കുക, അവരെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന അവരെ കൊണ്ട് തന്നെ നമ്മൾ ചെയ്യിപ്പിക്കാൻ നോക്കുക. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മളെ കൂടെ വരെ നിർത്തി എന്താണോ അത് ചെയ്ത്, അറ്റ്ലീസ്റ്റ് ഒരു ബെഡ്ഷീറ്റ് വിരിക്കുകയാണെങ്കിൽ കുഞ്ഞ് ഇതൊന്ന് പിടിക്കുന്നും പറഞ്ഞ് അവരെ കൂടെ നിർത്തി അവരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്നത് നമ്മൾ ചെയ്തു കൊടുക്കും. കാരണം കുറച്ചും കൂടെ കഴിയുമ്പോൾ അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ചെയ്യാൻ ഒരു ഇത് തോന്നണം. അങ്ങനെ നമ്മൾ ഇപ്പോഴേ ശീലിപ്പിച്ചാലേ കുറേ കഴിയുമ്പോൾ അങ്ങനെ പറ്റത്തുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ മക്കളാണ്, അവർക്ക് സ്വാഭാവികമായിട്ടും തോന്നും അമ്മ ചെയ്തു തരുമല്ലോ, അല്ലെ അച്ഛൻ ചെയ്തു തരുമല്ലോ, ബാക്കിയുള്ളവർ ചെയ്തു തരുമല്ലോ എന്നുള്ളൊരു തോന്നരുതാ. ഞാൻ കുട്ടനൊന്ന് ഉറക്കാൻ നോക്കാം കേട്ടോ. നമ്മളെ പൊന്നൂസ് എന്ത് ചെയ്തിട്ടും ഉറങ്ങുന്നില്ല കേട്ടോ. ലാസ്റ്റ് ഒരു 1.5 മണിക്കൂർ എടുത്ത് ഞാൻ ഉറക്കി. ഞാൻ നിർബന്ധിച്ച് ഉറക്കിയതാണ്, കാരണം രാത്രി ഒരു തുള്ളി ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അതാ ഞാൻ അവൻ ഉറങ്ങിയ സമയത്ത് ഫാനൊക്കെ ഒന്ന് തുടച്ച് ജനലൊക്കെ ഒന്ന് തുടയ്ക്കാൻ 2-3 ദിവസമായി വിചാരിക്കുന്നു, പക്ഷെ നടക്കുന്നില്ല. എനിക്ക് ആ പനി പിടിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ആഴ്ചയിൽ എല്ലാ ആഴ്ചയും ഫാനും ജനലൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിടണം. നല്ല പൊടിയുണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഫോട്ടോയും കൂടെ തുണി നനച്ചുകൊണ്ട് വന്നപ്പോൾ ഫോട്ടോയും കൂടെ തുടച്ച് വെച്ചിട്ടോ. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രഹസനമല്ല, ഞാൻ എല്ലാ ആഴ്ചയിലും ഇത് ചെയ്യുന്നതാണ്. പിന്നെ അങ്ങനെ കാണിക്കണില്ല എന്നുള്ളൂ. ഇപ്പം നമുക്ക് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ഇങ്ങനെ കാണിച്ചു എന്നുള്ളൂ. ഈ ജനൽ തുടയ്ക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര പാടുള്ള പണിയല്ലേ. ഇതിന് എല്ലാ സൊല്യൂഷനും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നാരെങ്കിലും പറഞ്ഞതാട്ടോ. എനിക്ക് ഭയങ്കര മടിയാണ് ഈ ജനൽ തുടയ്ക്കാൻ, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ എന്താ നമ്മൾ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തിട്ട് പോയത്. രാവിലെ നേരത്തെ നീച്ചതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഏകദേശം ഒരുങ്ങിയിട്ടുണ്ട്. കറിയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കടുക് വറുത്തിട്ടാൽ മതി. പിന്നെ ഇതാ പാത്രമൊക്കെ കഴുകി കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് കരുതി വെച്ചിട്ടുണ്ട്, അതൊക്കെ ചെയ്തങ്ങ് തീർക്കണം. അപ്പോൾ നല്ല കാറ്റൊക്കെ ആട്ടോ, ഇപ്പോൾ നല്ല കാറ്റ് വെച്ച് നല്ല കാറ്റും നല്ല തണുപ്പൊക്കെ ആട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ വിറ്റടിക്കാൻ തന്നെ അടിച്ചിട്ട് ഒരു കാര്യം തന്നെ, ചുറ്റും നല്ല റബ്ബറും കൂടെ ആയതുകൊണ്ട് അടിച്ചു വരിയിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. പിന്നെയും ചമ്മന്തി ഇങ്ങനെ വീണപ്പോൾ ഇപ്പോൾ ഏകദേശം കുറേയൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു വൈകുന്നേരം ആവുമ്പോൾ നമുക്ക് വിറ്റടിച്ച് വരിക. മക്കളെ ചൂടെടുത്തിട്ട് ഇതിങ്ങനെ കൂടെ ഒന്ന് അടിച്ചു വരി വൃത്തിയാക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് മിറ്റടിച്ച് വരി തന്നെ തുടങ്ങാമല്ലേ. അപ്പം ഞാൻ ഈ മിറ്റടിക്കുന്നത് കാണുമ്പോൾ, ഞാൻ ഈ വീഡിയോ കാണുമ്പോൾ ഇങ്ങനെ കരുതിട്ട് എത്ര സ്പീഡിലൊക്കെ മിറ്റടിച്ച് വരാൻ പറ്റും, നീ എത്ര നന്നു. കാരണം ഞാൻ അടിച്ച് വാരി പോയി അപ്പുറം മൊത്തം തൂത്ത് വരുമ്പോഴേക്കും ഇവിടെ എത്തിയപ്പിക്കുന്നതാ പിന്നെ അതേപോലെ. എന്നാലും ഞാൻ സങ്കടപ്പെട്ടില്ല, കാരണം ഞാൻ എങ്ങനെയൊക്കെയോ അടിച്ചെടുത്തു. കാരണം നമുക്ക് നല്ല പോലെ മിറ്റുണ്ട് കേട്ടോ, ഒരുപാട് മിറ്റുണ്ട്. അപ്പോൾ അതൊക്കെ അത് അടിച്ചിടും. ചുറ്റിനും റബ്ബറാട്ടോ, അപ്പോൾ ആ കരിയില മൊത്തം വീഴും, അടിക്കാതെ പറ്റത്തില്ല. അതുകൊണ്ടാട്ടോ. അപ്പോൾ അതാ നമുക്ക് പറ്റുന്ന സമയത്ത് നമ്മൾ ചെയ്യുള്ളൂ. കാരണം രാവിലെ തന്നെ നിർബന്ധം പിടിച്ച് മിറ്റടിച്ച് വാരുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമുക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ സമയത്ത് നമ്മൾ ചെയ്ത് തീർത്തിടും. അല്ല, കുഞ്ഞു മക്കളുള്ളവർക്ക് നന്നായിട്ട് അറിയുന്ന കാര്യമാണ്. നമ്മൾ ഇന്ന കാര്യം ഇന്ന സമയത്ത് ചെയ്യണമെന്ന് വാശി പിടിച്ച് കഴിഞ്ഞാൽ നടക്കത്തില്ല. പിന്നെ ഇതാ മക്കൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അമ്മമാരെ കൈ 4 കൈയും 4 കാലുമുള്ള റോബോട്ടിൻ്റെ മാതിരിയാവും നമ്മളവസ്ഥ. ഷടപടേ എന്നും പറഞ്ഞ് കഴിയുന്ന പണികളൊക്കെ അങ്ങ് ചെയ്ത് തീർക്കുക കേട്ടോ. പെട്ടെന്ന് ഞാൻ മിറ്റൊക്കെ അടിച്ച് വാരി. അപ്പോൾ ആ സോഫ സെറ്റ് ഒക്കെ കഴുകിയിടാണ്. ഞാൻ വെറുതെ സോപ്പും വെള്ളം തെളിച്ചിട്ട് നമ്മൾ ചകിരി എടുത്തിട്ട് നടുക മുറിച്ചിട്ട് നന്നായിട്ട് നിറച്ചാൽ മതിയിട്ട് വേറെ ഒരു ബ്രഷിൻ്റെ ആവശ്യമില്ല. പിന്നെ ഈ സാധനം കൊണ്ട് വേറൊരു ഉപയോഗമുണ്ട്. നമ്മൾ ഈ പെഡിക്യൂർ ചെയ്യുന്നതിന് വെറുതെ അതിൻ്റെ കിറ്റ് വാങ്ങി ഈ സാധനം എന്താക്കണം, നമ്മൾ ചകിരി എടുത്തിട്ട് 4 അരക്കണം കണ്ട് അരച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് പോയിക്കോളും. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞത് ആ ചകിരീൻ്റെ കാര്യം കേട്ടോ. അത് ഉപയോഗിച്ച് ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യട്ടെ. നിങ്ങൾ ഇതുവരെ അത് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. വെറുതെ എന്തിനാ പൈസ കൊടുത്ത് ഓരോ സാധനം വാങ്ങുന്നത്. അത് ഞാൻ അതുകൊണ്ട് നല്ലോണം ഉരച്ച് കഴുകി വെയിലത്ത് കൊണ്ടിട്ടിട്ടുണ്ട്. 4-5 ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകിയെടുത്തിട്ട് അപ്പോഴേക്കും നമ്മൾ അമ്പുടിച്ചൊക്കെ നീച്ച് വന്ന്, ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര വാശിയാണ്. അപ്പോൾ കയ്യിൽ വെച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നടക്കണുള്ളൂ. ഇതാണല്ലോ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ടാസ്ക്. മക്കൾ വാശി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കയ്യിൽ നിന്ന് ഇറങ്ങില്ല, അവനെടുത്തുകൊണ്ട് ഇങ്ങനെ ഓരോന്നും എടുക്കണം കേട്ടോ. എനിക്കാണെങ്കിലും എടുത്ത് നടന്നിങ്ങനെ ചെയ്യാൻ വലിയ വശമല്ല കേട്ടോ. കുഞ്ഞു മത്തിയും കുറച്ച് അച്ചാറും പപ്പടം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് നമുക്കൊന്ന് പോവേ. അമ്പൂട്ട നല്ല വാശിയിലാണ്. മേലഴിക്കുള്ളൂ കേട്ടോ, തല നനച്ചില്ല. ഉച്ച സമയതുകൊണ്ട് വൈകിട്ട് വന്നിട്ട് തല കഴുകുന്നപ്പോൾ ചോറ് കഴിച്ചിട്ട് ഷടപടേന്ന് പറഞ്ഞു പോവാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ.